2025 ഏപ്രിൽ മാസം 29-ാം തീയതി ചൊവ്വാഴ്ച വത്തിക്കാനിൽ സന്നിഹിതരായിരിക്കുന്ന കാർഡിനൽസിൻ്റെ 6ാമത് ജനറൽ അസംബ്ലി നടക്കുകയുണ്ടായി. 183ഓളം കാർഡിനൽസാണ് ഈ ഒരു ജനറൽ അസംബ്ലിയിൽ പങ്കെടുത്തത്. 183 പേരിൽ 124 പേർക്ക് അടുത്ത കോൺക്ലേവിൽ, അതായത് 2025 മെയ് മാസം 7-ാം തീയതി ആരംഭിക്കാൻ പോകുന്ന കോൺക്ലേവിൽ പങ്കെടുത്ത് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുവാനുള്ള വോട്ടവകാശമുണ്ട്. ഈ ഒരു ജനറൽ അസംബ്ലിയിൽ, 6ാമത്തെ ജനറൽ അസംബ്ലിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തിന് ശേഷം കാർഡിനൽസ് കൂടുന്ന, അല്ലെങ്കിൽ അവർ കൂടുന്ന ഈ ഒരു 6ാമത്തെ ജനറൽ അസംബ്ലിയിൽ 20ഓളം കാർഡിനൽസാണ് വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് തങ്ങളുടെ ആശയങ്ങൾ, ചിന്തകൾ പങ്കുവച്ചത്. പ്രധാനമായും സഭയെക്കുറിച്ചും സഭ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും ഈ 20 കാർഡിനൽസ് ഈ ഒരു ജനറൽ അസംബ്ലിയിൽ തങ്ങളുടെ ചിന്തകൾ പങ്കുവയ്ക്കുകയുണ്ടായി. മുഖ്യമായും തങ്ങൾ പ്രതിദാനം ചെയ്യുന്ന പ്രദേശങ്ങളുടെ, രാജ്യത്തിൻ്റെ രൂപതകളുടെ ഒരു പശ്ചാത്തലത്തിൽ സഭ കടന്നുപോകുന്ന പ്രതിസന്ധികളെക്കുറിച്ചുള്ള ചിന്തകളാണ് കാർഡിനൽസ് പങ്കുവച്ചത്. പ്രധാനമായും ഈ ഒരു അസംബ്ലിയിൽ ഉടലെടുത്ത തീരുമാനം, പ്രഖ്യാപനം എന്ന് പറയുന്നത് കോൺക്ലേവിന് മുന്നോടിയായിട്ടുള്ള ശുശ്രൂഷകളെക്കുറിച്ച്, ആത്മീയ ശുശ്രൂഷകളെക്കുറിച്ച് ചില സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ ഈ ഒരു ജനറൽ അസംബ്ലിയിൽ എടുക്കുകയുണ്ടായി. പ്രധാനമായും കോൺക്ലേവിന് മുന്നോടിയായി അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ചില തീരുമാനങ്ങളാണ് ഈ ഒരു ജനറൽ അസംബ്ലിയിൽ പ്രധാനമായും എടുത്തത്. കാർഡിനൽ കോളേജിൻ്റെ ഡീൻ കാർഡിനൽ ജിയോവാനി ബാറ്റിസ്റ്റി ആയിരിക്കും കോൺക്ലേവിന് മുന്നോടിയായി അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുക. മെയ് മാസം 7-ാം തീയതി രാവിലെ 10 മണിക്ക് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലായിരിക്കും ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുക. 2013 കോൺക്ലേവിലെ അതേ ഷെഡ്യൂൾ തന്നെയായിരിക്കും 2025 കോൺക്ലേവിലും പിന്തുടരുക. മെയ് 7-ാം തീയതി വൈകിട്ട് 4:30 കോൺക്ലേവിന് ഒഫീഷ്യലായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുക. വത്തിക്കാനിലെ പോളിൻ ചാപ്പലിലെ പ്രത്യേക പ്രാർത്ഥന ശുശ്രൂഷകളോടുകൂടി തന്നെയായിരിക്കും കോൺക്ലേവിന് ഒഫീഷ്യലായിട്ടുള്ള ഒരു ആരംഭം കുറിക്കുക. അവിടെ വിശുദ്ധരുടെ ലുത്തിനിയ പ്രാർത്ഥന കാർഡിനൽസ് ചൊല്ലും. തുടർന്ന് പ്രദക്ഷിണമായി പരിശുദ്ധാത്മാവേ വരിക, അതായത് വെനി ക്രിയേറ്റർ എന്ന ആ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് കാർഡിനൽസ് പ്രദക്ഷിണമായി സിസ്റ്റൈൻ ചാപ്പലിലേക്ക് എത്തും. തുടർന്ന് ആ കോൺക്ലേവിലെ നടക്കുന്ന ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ഓത്ത് ടേക്കിംഗ് സെറമണി ആയിരിക്കും ആ ഒരു സിസ്റ്റൈൻ ചാപ്പലിൽ നടക്കുക. ഈ വിവരങ്ങളാണ് കാർഡിനൽ അസംബ്ലിയിൽ, 6ാമത്തെ കാർഡിനൽ അസംബ്ലിയിൽ പ്രധാനമായും എടുത്തത്. കോൺക്ലേവിൻ്റെ രഹസ്യാത്മകത കാത്തു സൂക്ഷിക്കുമെന്നും പുറമേ നിന്നുള്ള യാതൊരു ഇടപെടലുകൾക്കും തങ്ങൾ അനുവാദം കൊടുക്കുകയില്ല എന്നുമുള്ള ഒരു ദൃഢപ്രതിജ്ഞ തന്നെയാണ് ഈ സിസ്റ്റൈൻ ചാപ്പലിൽ കാർഡിനൽസ് എടുക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, 2025 മെയ് മാസം 5-ാം തീയതി വൈകിട്ട് 5:30 പൗളിൻ ചാപ്പലിൽ ഈ കോൺക്ലേവുമായി ബന്ധപ്പെട്ടുള്ള ഒഫീഷ്യൽസിൻ്റെ ഒരു സ്വേറിംഗ് ഇൻ സെറമണിയും അവരുടെ ഓത്ത് ടേക്കിംഗ് സെറമണിയും നടക്കുമെന്നും വത്തിക്കാൻ അറിയിച്ചിട്ടുണ്ട്. ഈ കോൺക്ലേവുമായി ബന്ധപ്പെട്ടുള്ള ഒഫീഷ്യൽസ് അവരുടെ ഒരു നിയമനം അപ്രൂവ് ചെയ്യുന്നത് കാർഡിനൽ കാമറലുങ്കോയായ കാർഡിനൽ കെവിൻ ഫാരലാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുന്ന 3 കാർഡിനൽസ് കൂടിയാണ് ഈ കോൺക്ലേവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഒഫീഷ്യൽസിൻ്റെ ഒരു തെരഞ്ഞെടുപ്പിന്, ആ ഒരു ചടങ്ങിന് മേൽനോട്ടം വഹിക്കുക. ഒപ്പം തന്നെ കോൺക്ലേവ് തുടങ്ങുന്ന ആ ഒരു ദിവസം പൗളിൻ ചാപ്പലിലും ഒപ്പം സിസ്റ്റൈൻ ചാപ്പലുമായി ബന്ധപ്പെട്ട ആ ഒരു മേഖലകളിലും ആരൊക്കെ സന്നിഹിതരായിരിക്കണം എന്നതിനെ സംബന്ധിച്ച ചില പ്രഖ്യാപനങ്ങളും ഇന്ന് വത്തിക്കാൻ പുറത്തുവിട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് വത്തിക്കാൻ. ഈ ദിവസങ്ങളിലൊക്കെ കാർഡിനൽസിൻ്റെ ജനറൽ അസംബ്ലി മീറ്റിങ്ങുകൾ നടക്കുന്നു, കോൺക്ലേവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. തീർച്ചയായിട്ടും ശക്തമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി കാർഡിനൽസ് തങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുവാൻ, കോൺക്ലേവിൽ പരിപൂർണമായും ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിയന്ത്രണത്തിൽ കോൺക്ലേവ് ആയിരിക്കുവാൻ വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. വത്തിക്കാൻ ചത്തരത്തിൽ നിന്നും ഷെക്കിന ന്യൂസിന് വേണ്ടി ജോർജി ജോസ്.